നമ്മൾ വളപ്രയോഗം ചെയ്ത സ്ഥലങ്ങളിലല്ലാതെ പുതിയ തളിരിലകളും അതുപോലെ തന്നെ പുതിയ പൂക്കളും കായ്കളൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ട്ടോ. ജേസൺ അച്ഛന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു മുന്തിരിമുളക് അത്യാവശ്യം നല്ല രീതിയിൽ വിളവൊക്കെ തന്നിട്ടുണ്ടായിരുന്ന മുന്തിരിമുളകാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതൊക്കെ പോയി കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വളപ്രയോഗങ്ങളൊക്കെ തീർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം പ്ലാന്റിൽ കായ്കളൊന്നും പിടിക്കുന്നില്ല, പൂകളൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീണ്ടും പഴയതുപോലെ നല്ല വിളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുളകിൽ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിനനുസരിച്ചായിരിക്കും നമുക്ക് അത് വിളവ് തരുന്നത് ട്ടോ. മുളക് ചെടി മുരടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇലകളൊക്കെ നിറം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നൈട്രജൻ വളങ്ങളൊക്കെ അതിൽ നിന്ന് ലഭ്യത കുറവായത് കൊണ്ടാണ് ട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഈ പച്ചില വളങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പ്രവണത ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ നല്ല പച്ച നിറത്തിലായിട്ട് വളരും ട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഇതിന്റെ ഇല മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കമ്മിയായിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളപ്രയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചില കൊണ്ട് പൊതയിട്ട് കൊടുക്കുക എന്നതാണ് കേട്ടോ. പച്ചില വളങ്ങളൊക്കെ കൊണ്ട് പൊതയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ശീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അതാണ് കേട്ടോ. നമുക്ക് പച്ചക്കറിക്കൊക്കെ ഈ പൊതയിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പച്ചില വളം എന്ന് പറയുന്നത് ശീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതാണ്. കാരണം അതിനകത്ത് ധാരാളം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പച്ചില ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് മണ്ണൊക്കെ മൂടി ഇടുകയാണെങ്കിൽ ഒന്നാമത് വായു സഞ്ചാരം നല്ല രീതിയിൽ കിട്ടും, വേരുകൾക്കൊക്കെ വേരോട്ടം നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ട് തന്നെ വളം വലിച്ചെടുക്കാനുള്ള പ്രവണതയൊക്കെ കൂടും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പച്ചിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് കളഞ്ഞ കോഴിവളം അതുപോലെ തന്നെ കുറച്ച് കരിയിലയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പതിവ് പോലെ നമ്മൾ കുറച്ച് മണ്ണിട്ട് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കോഴിവളമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ല പൂക്കാനും അതുപോലെ തന്നെ കായ ധാരാളമായിട്ട് പിടിക്കാനൊക്കെ ഏറ്റവും നല്ല വളം കോഴിവളമാണ് കേട്ടോ. ചൂട് കളഞ്ഞ കോഴിവളമാണ് ഏറ്റവും നല്ലത് ഇട്ട് കൊടുക്കാൻ. ചൂടുള്ള കോഴിവളം ഒരിക്കലും നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കരുത്. അത് കമ്പോസ്റ്റ് ചെയ്ത് മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പച്ചില വളം ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ കരിയിലയും ചേർത്തിട്ടു, പിന്നെ നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് ട്ടോ. അതായത് എല്ലാ ബ്രാഞ്ചിൽ നിന്നും പുതിയ തളിരിലകളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ട് പൂവും കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയൊക്കെ നമ്മുടെ മുളക് ചെടിയൊക്കെ വിളവ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വീണ്ടും വീണ്ടും വളപ്രയോഗം ചെയ്തു കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.